ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ആ ഒരു ഷോർട്ട് വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് ഈ ഒരു വീഡിയോ. ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്യമ്മച്ചീൻ്റെ ആണ്ടായിട്ട് ഞങ്ങൾ അവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അവിടെയൊക്കെ പോയി വന്നിട്ട് വൈകുന്നേരത്തെ വീഡിയോ ആണിത്. വൈകുന്നേരം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും തിരക്ക് പിടിച്ച പണിയിൽ എന്താണെന്ന് വെച്ചാൽ വിരുന്നുകാരുണ്ട് കേട്ടോ. വിരുന്നുകാർ എന്ന് പറഞ്ഞാൽ വേറെ വിരുന്നുകാരല്ല, എന്നാൽ വിരുന്നുകാരാണ്. ഉപ്പച്ചി, ഉമ്മ, എൻ്റെ ആങ്ങള, അതുപോലെ അനിയത്തി, ഓള മാപ്പിള, മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പരിപാടിക്ക് ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നേരെ ഒരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നെയാണ്. നമ്മളെ കൊണ്ടാക്കുകയും ചെയ്യണം, പിന്നെ അനിയത്തിക്ക് മക്കളെയും കൊണ്ടൊന്ന് നമ്മളെ ഇവിടെ മക്കാമിലൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പ്രതീക്ഷിക്കാണ്ടുള്ളൊരു വരുത്താണ്. ഞാനും പോയ പോലെ തന്നെ ബസ്സിൽ തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ ഉപ്പച്ചി അങ്ങനെ ഇതിലെങ്ങനെ വരാറുണ്ടോ, ഞാനും പിന്നെ ഓരോട് വരി അതിലെങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരെ വിളിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്തോ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നലാണ്, പ്രതീക്ഷിക്കാണ്ടൊരു വരുത്ത് വന്നതാണ്. അപ്പം ഞാൻ നേരെ ബാവലിയിൽ നിന്ന് ഇക്കാൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വേഗം ഫുഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വേഗം ഞാനും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു മക്കളും ഓരെല്ലാവരും ഉപ്പച്ചീൻ്റെ കൂടെ വരികയുള്ളൂ കേട്ടോ. ഒരു വന്നിട്ടില്ല. ഒരു പള്ളിയിലൊക്കെ ഒന്ന് കയറി മക്കാമിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓരോ അവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞങ്ങൾ രണ്ടാളും വേഗം മന്തി വേണമെന്നാട്ടോ പറഞ്ഞത് അനിയത്തിക്ക്. ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ പിന്നെ ബിരിയാണി നെയ്ച്ചോറൊന്നും വേണ്ട വിചാരിച്ച് മന്തി തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഇൻ്റെ സ്പെഷ്യൽ മന്തി വേണമെന്ന് കേട്ടോ അനിയത്തിക്ക് ഒരു പൂതി. അപ്പോൾ പിന്നെ ഓളെപ്പോഴും ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും കേട്ടോ, ഞാൻ വരുമ്പോൾ മന്തി ഉണ്ടാക്കി തരണം, കല്ലുമ്മക്കായ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ കല്ലുമ്മക്കായ്ക്കുള്ള വകുപ്പൊന്നും ഇപ്പം ഇല്ല, നമുക്ക് വകുപ്പില്ലായിരുന്ന സാധനം കിട്ടാനില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മന്തി തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പം ചിക്കനും അരിയും സാധനമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരത്തെ വന്നതാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ വേഗം ചിക്കൻ ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് അതിലേക്ക് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ആക്കും പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കോൺഫ്ലവർ, ഒരു മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ അവിടെ ഞാൻ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് അതിലേക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള ഉള്ളി, അതുപോലെ ക്യാപ്സിക്കം, ഇതൊക്കെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇക്ക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ബാക്കി മസാലയിലേക്കൊക്കെ ഉള്ളത് ഇക്ക നന്നാക്കി തരുന്നുണ്ട്. അതുപോലെ മന്തീൻ്റെ അരിയും നമുക്കൊന്ന് പിന്നെ പൊതിർത്താൻ വേണ്ടിയിട്ട് ഇടണമല്ലോ. അപ്പോൾ വന്ന പാട് ഇക്ക വേഗം അരി കഴുകിയിട്ട് പൊതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ചിക്കനും കഴുകി അത് മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഒരു പാട്ട അരി എടുത്താൽ ഒരു പാട്ട വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ പൊതിർത്തിയിട്ടാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ചോറ് നല്ല സോഫ്റ്റ് ഉണ്ടാവും, ചോറ് കുറച്ച് കൂടുതലായി വരും. ഇന്ന് പിന്നെ അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ടായിരുന്നു. ഒരാണെങ്കിൽ ഇന്ന് നിൽക്കുന്നുമില്ല കേട്ടോ. റിഫുമാക്കൾക്ക് സ്കൂൾ മദ്രസും ഒക്കെ ഉള്ളതുകൊണ്ട് റിഫുമോക്ക് ഉണ്ട്, പിന്നെ മറ്റവർക്കൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇന്ന് രാത്രി തന്നെ പോകും വേണം. ചോറ് വെച്ചിട്ട് പോകാറിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ പിടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് 1 മണിക്കൂർ പൊതിർത്തി 1.5 പാട്ട വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വേഗം ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നന്നാക്കി പിന്നെ മസാലയും എല്ലാ സംഭവങ്ങൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ അങ്ങനെ കുക്കിംഗ് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. റെസിപ്പി ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല, അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കാണിച്ചെടുത്തതാണ്. ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഒത്തുകൂടുക അറിയുന്നത് വല്ലപ്പോഴും ആണ് കേട്ടോ. ഭയങ്കര ഒരു സന്തോഷമാണ്. ആ ഒരു നിമിഷങ്ങളൊക്കെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അവരൊക്കെ തിരിച്ചു പോകുകയും ചെയ്യും. മക്കൾക്കാണെങ്കിൽ റിഫമോക്കൊന്നും പോകാനായിട്ട് തോന്നണമില്ല കേട്ടോ. അങ്ങനെ ഓര് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട്. ആജുവിൻ്റെ ചെറിയ കുട്ടിയൊക്കെ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. ചെറുതിന് 7 മാസമായിട്ടേ ഉള്ളൂ. ഓളൊക്കെ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. മോളാണ് ചെറുത്. അപ്പോൾ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. അതുപോലെ ആജുവും കുറേ ആയിട്ടോ വന്നിട്ട്. ആജു പറയണത് അനിയത്തിനെയാണ് കേട്ടോ. ഓളും കുറേ ആയി വന്നിട്ട്. റെയ്സൂട്ടന് ചെറുതിലോ അങ്ങനെയൊക്കെ വന്നതാണ്. ഓരോരോ കാരണം നമ്മൾ ഒത്തുകൂടുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് മീനങ്ങാടിക്ക് പോകും, അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ളത് ആജുവിൻ്റെ ചെറുതിൻ്റെ നേരെ മൂത്തതാണ് കേട്ടോ. ഇത് ആൺകുട്ടിയാണ് റെയ്സൂട്ടന്. മറ്റേത് ഇതിൻ്റെ ചെറുതാണ്, ഓക്ക് മോളുള്ളത്. പിന്നെ ഒരു മോളാണ്. പിന്നെ എനിക്ക് 3 കുട്ടികൾ, ഓക്കും 3 കുട്ടികൾ. പിന്നെ ആങ്ങളുണ്ട് കേട്ടോ. ഓന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല.
അങ്ങനെയൊക്കെയാണ് എൻ്റെ കുടുംബത്തിലെ കഥകൾ. പിന്നെ ഓളെ മാപ്പിളയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഓളോട് ചായക്കുള്ള വെള്ളം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കട്ടൻ ചായ കുടിക്കാനായിട്ട് എല്ലാവർക്കും ഒരു പൊറുതിയേട് കേട്ടോ, ഒരു തലവേദനയൊക്കെ പോലെ. നമുക്ക് ആ ഒരു ശീലമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ആ ഒരു ചായ കൂടി പതിവുള്ളതാണല്ലോ. അപ്പോൾ ഒരു വന്നിട്ട് ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഒരടുപ്പിൽ നിന്ന് ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. കാരണം ചിക്കൻ പൊരിച്ചിട്ട് ആ ഒരു എണ്ണയിൽ വേണം എനിക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് ഒരടുപ്പത്തു നിന്ന് വേഗം പൊരിച്ചെടുക്കുകയാണ്. ചോറ് പിന്നെ പെട്ടെന്ന് ആവും കേട്ടോ. ഉമ്മ തീ കത്തിച്ചിട്ട് ചെമ്പിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരടുപ്പിൽ ആജു വേഗം ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പം ഏലക്കായൊക്കെ ഇട്ട് നല്ലൊരു ചായ കുടിക്കാനൊരു പൂതി കേട്ടോ. പെണ്ണ് പിന്നെ ഇക്കാൻ്റെ അടുത്താണ് ചെറുത്. അവൾക്ക് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരായാലും എടുത്ത് അങ്ങനെ നടന്നാൽ മതി. നമ്മളായിരിക്കും നമ്മളൊന്നും അധികം എപ്പോഴും ഒന്നും ഇങ്ങനെ കാണുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് കാണാണ്ടാവുമ്പോൾ എനിക്ക് കരയോ എന്നൊക്കെ വിചാരിച്ചെന്നാലും കുട്ടികൾസിനൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കെങ്കിലും മീനങ്ങാടി എന്നൊക്കെ കാണുന്നത് കൊണ്ട് എന്താ പറയുക, കുഴപ്പമില്ല. ഇടയ്ക്ക് മക്കളെ കാണാനൊരു പൂതിയൊക്കെ വരും കേട്ടോ. പക്ഷേ വീഡിയോ കോൾ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടൂല. എല്ലാവരും ആർക്കും എവിടെയാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും കാണാമല്ലോ. അജു ഇപ്പം എൻ്റെ വീടിൻ്റെ ഇതാണ് കേട്ടോ നോക്കണത്. അടിയിൽ നമ്മൾ അടുക്കളേൻ്റെ താഴത്ത് ഫ്ലെക്സ് ഇട്ടതും അതുപോലെ അതിൽ അവിടെ ഇവിടെ പെരിച്ചായി മണ്ണ് മാന്തിയിട്ടിട്ട് കുഴിയൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഓൾ ആ കുഴിയും ഇതെന്താ മണ്ണിട്ടൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്നോട്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് മണ്ണിടാൻ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തം കുത്തിപ്പൊളിച്ച് ഇതാക്കേണ്ടി വരും. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ നിൽക്കട്ടെ, മഴയൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇൻഷാ അല്ലാ നമുക്ക് വീട് പണി തുടങ്ങണം എന്നുള്ള ആ ഒരു ഇതിലാണ് ഉള്ളത്. അപ്പോൾ അതുവരെ ഉള്ളത് പൊളിഞ്ഞ് വീകാതെ മെല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതാ ഉപ്പച്ചിയും വന്നിട്ടുണ്ട്. ഉപ്പച്ചി താഴെ നമ്മൾ തറവാട്ടിൽ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചി ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. നാസിമോൻ ഇതാ ഒറ്റ ഓട്ടം ഓടിയതാണ്, ഒന്ന് വീകാൻ പോയിട്ടുണ്ട് കേട്ടോ. ഒറ്റ ഓട്ടം ഓടിയതാണ് അവിടുന്ന് ഇങ്ങോട്ട് റൂമിലേക്ക്. പിന്നെ ആങ്ങളുണ്ട്, ആജുവിൻ്റെ മാപ്പിളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എന്താ പറയുക, അങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഞങ്ങൾക്ക് മക്കൾസിന് ഓർക്ക് ഓരോ കളിയും അതും ഇതുമാണ്, ഞങ്ങൾക്ക് നമ്മളെ കഥയും വർത്താനവുമാണ്. അങ്ങനത്തെയൊക്കെ ഓരോരോ രീതിയിൽ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ പോകും. പക്ഷെ എല്ലാവരും പോകുക എന്ന് പറയുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു വിഷമം എന്ന് പറയുന്നത്. എന്നാലും ഞാൻ പ്രതീക്ഷിക്കാണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചിട്ടില്ലേനു ഒരു വരും എന്നുള്ളത്. പിന്നെ പച്ചിനോട് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞപ്പം എന്നാൽ പിന്നെ അങ്ങോട്ടും പോവാം, കുട്ടികളെ പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ വേഗം എന്താക്കുകയാണ്, ഭക്ഷണത്തിൻ്റെ പരിപാടി നോക്കുകയാണ്. ഉമ്മാനെയൊന്നും ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. കാരണം ഉമ്മ അവിടെയും ഇന്നലെ ഉമ്മാക്ക് പണി തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെ ഉമ്മ അതിൻ്റെ തലേന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പണി തന്നെയായിരുന്നു. അപ്പോൾ മന്തിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളായിരുന്നു. ഒരു വരുമ്പോഴേക്കും ഞാൻ എല്ലാം അരിയലും പിടിക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നേരത്തെ അങ്ങോട്ട് ബാവലിയിൽ ടൗണിൽ നിന്ന് ഞാൻ വേഗം പുരയിലേക്ക് വന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതാ കട്ടൻ ചായ കുടിക്കുന്നുണ്ട് എല്ലാവരും. അതിൻ്റെ ഇടയിൽ കട്ടൻ ചായയും മിച്ചറും ഉണ്ടായിനി. അപ്പോൾ അത് എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. മറ്റൊരു റെയ്സൂട്ടനൊക്കെ നാസീൻ്റെ വണ്ടിയിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതാ ഒരുത്തി നല്ല കളിയിലാണ്. ഒന്ന് ചിരിച്ച് കിട്ടാൻ കുറച്ചൊരു പണിയുണ്ട് കേട്ടോ. ചിരി ഇങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് വരില്ല കേട്ടോ. നമ്മൾ മെനക്കെട്ട് കളിപ്പിച്ച് ലാസ്റ്റ് വേണമെങ്കിൽ ഓള് ചെറിയൊരു ചിരി തരും, അത്രേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ ഞാൻ. പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിട്ടേ മക്കളെ കണ്ടിട്ടൊന്നും പൂതി അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. പിന്നെ ഇടക്കും തിലക്കും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് പോയി കളിപ്പിച്ചിട്ട് വന്നതാണ്. ഇക്കുണ്ട് കേട്ടോ ഓളടുത്ത്. പിന്നെ അതാ ഞാൻ വേഗം ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞു. അതിൽ നിന്ന് ചിക്കൻ പൊരിച്ച ആ ഒരു എണ്ണയൊക്കെ എടുത്തിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു മസാല റെസിപ്പി എല്ലാവർക്കും അറിയുന്നതാണ്, ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ളതാണ്. അപ്പം റെസിപ്പീൻ്റെ ആവശ്യമൊന്നും എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേഗം മന്തീൻ്റെ ആ ഒരു മസാല അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മയോണീസ് നിച്ചുമോള് അടിക്കും, അടിച്ചോളൂ കേട്ടോ. അത് പഠിച്ചിട്ടുണ്ട് എന്തായാലും അടിക്കാൻ. അപ്പോൾ അത് അടിച്ചോളും. പിന്നെ ഞാൻ ഇതാട്ടോ ഇവിടെ ചോറും കൂടെ ആക്കുകയാണ്. ചോറും കൂടെ ആക്കി ദമ്മിട്ട് വെച്ചാൽ കുറച്ച് നേരം ഒന്നിരുന്ന് വർത്താനൊക്കെ പറയുമ്പോഴേക്കും അത് ദമ്മൊക്കെ പൊട്ടിച്ച് കഴിക്കാനാവും. അപ്പം ഉമ്മ തീ കത്തിച്ചിട്ട് നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എന്നാൽ വെള്ളം ചൂടുവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തീയൊക്കെ കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിതാ പിന്നെ വേഗം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്നും ചോറ് വെക്കണത് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, അതിലേക്ക് കുരുമുളക്, അതുപോലെ മല്ലി, ചെറിയൊരു കഷ്ണം ഉള്ളി, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലം, പിന്നെ നമ്മൾ ആ ഒരു ഉണക്ക നാരങ്ങ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് ആ ഒരു സൺഫ്ലവർ ഓയിലിട്ടിട്ട് നല്ലോണം വാട്ടുക. പിന്നെ നമ്മളെ സാധാരണ എത്രയാണോ അരി എടുക്കുന്നത് അതിന് ഇന്ന് ഞാൻ സാധാരണ ഒരു പാട്ടയാണ് 2 മണിക്കൂർ പൊതിർത്തുന്നത് കൊണ്ട് വെക്കൽ. ഇന്ന് ഒരു 1.5 പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച അത്ര നമുക്ക് പൊതിർത്താനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരാൾക്ക് ആജുവിനൊക്കെ ബത്തേരി എത്തണം. ഒരുമിച്ച് തന്നെയാണ് പോവുക. ഒരു മീനങ്ങാടിയിൽ നിന്ന് പിന്നെ ഒരു ബത്തേരിയിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുക. ഒരുമിച്ചാണ് പുരയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്.
ഉപ്പച്ചീൻ്റെ ജീപ്പിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ വരെ അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഓരോ വണ്ടി എടുത്തിട്ട് അങ്ങനെ പോവും. അപ്പോൾ അതാ അരിയൊക്കെ ഇട്ട് കൊടുത്ത് തിളക്കലും വേവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കതാട്ടോ അത് കായരെ ചോറൊന്ന് ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ ആ ഒരു ദമ്മ് അത് ചോറാവണ വരെ ഒന്ന് ഞങ്ങളിതാട്ടോ എല്ലാവരും കൂടെ ഒരു റൂമിൽ ഇങ്ങോട്ട് വന്നതാണ്. ഉപ്പച്ചിയും കുട്ടികളും ഉമ്മയും ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുത്തത് ഷോർട്ടിൽ ആയിപ്പോയി, മാറിപ്പോയതാണ് കേട്ടോ. വീഡിയോ എടുത്തത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അത് എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഇതിപ്പോൾ എങ്ങനെയാണോ ആയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പോവാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് അവിടെ എത്തണ്ടേ. അപ്പോൾ വേഗം ചോറ് വിളമ്പാൻ പറഞ്ഞിട്ട് ഞങ്ങളിതാട്ടോ ചോറൊക്കെ വിളമ്പി കൊണ്ടുവച്ചിട്ടുണ്ട്. മയോണീസ് അടിച്ചത് ഇന്ന് റെഡി ആയിട്ടില്ല കേട്ടോ. എന്താ പറ്റിയെന്നുള്ളത് അറിയില്ല. നിച്ചുമോള് സാധാരണ അടിക്കണ പോലെ തന്നെയാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എന്തോ സാധാരണ ആ ഒരു കിട്ടുന്ന ആ ഒരു രീതിയിൽ മയോണീസ് അങ്ങോട്ട് റെഡിയായി കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ആ ഒരു മസാലയും ചോറും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ മക്കൾക്ക് നമ്മൾ താഴെ പായ ഇട്ടിട്ട് ഒരുക്ക് അതിലും കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും മേശമേൽ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അതിലും ഇരുന്ന് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തന്നെ അങ്ങോട്ട് കഴിച്ചു. ഞാൻ പിന്നെ ലാസ്റ്റാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. റൂമി ചെറുതിനെ ഒന്ന് എടുത്തിട്ട് നിന്നിട്ടുണ്ടായിട്ടോ. ആജു കഴിച്ചോട്ടോ, അവർക്ക് പോകാനുള്ളതല്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ അതാ കുട്ടികൾസൊക്കെ വാങ്ങിയിട്ട് പായലിരിക്കുന്നുണ്ട്. റിഫമോക്കൊന്നും പോവാനേ തോന്നുന്നില്ല കേട്ടോ. ഓക്കൊക്കെ ഒന്ന് ഇവിടെ കൂടണം എന്നാണ്. കൂടിയിട്ട് നാളെ പോവാന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഞാനും പറഞ്ഞു ഇവരോട് നാളെ പോവാന്ന്. പക്ഷേ എല്ലാവർക്കും പെണ്ണിന് സ്കൂൾ മദ്രസ് എല്ലാവർക്കും പണിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പോവാണ്ട് നിൽക്കാൻ നിർവാഹമില്ല. അപ്പം പോവണം, കൂടാനൊക്കെ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാ എല്ലാവരും വേഗം ചോറൊക്കെ വെച്ചു. ഞാനിതാ മേശമെന്ന് എല്ലാം ഒന്ന് എടുത്ത് അങ്ങോട്ട് അടുക്കളയ്ക്ക് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കാലിയാക്കുകയാണ്. ഒക്കെ ഒഴിവാക്കി ഒക്കെ ഒന്ന് ചെമ്പിലും അതുപോലെ പാത്രമൊക്കെ ഒന്ന് കഴുകാനും പെറുക്കാനുള്ളതൊക്കെ ഒന്ന് കെട്ടിപ്പെറുക്കി എടുത്തെല്ലാം ചോറ് വയ്ക്കൽ കഴിഞ്ഞിട്ടൊന്ന് നടുവിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതാ ഒരു പോകാൻ ഇറങ്ങിയതാണ്. പോകാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നാഫിമോന് ഷട്ടിൽ ബാറ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്ര നേരം ഉണ്ടായിട്ട് അവർക്ക് നേരം കിട്ടിയിട്ടില്ല കേട്ടോ. പോവാനും മുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ്. അപ്പോൾ അവർ അവിടെ ഇരുന്നിട്ട് ഷട്ടിൽ കളിക്കാൻ കേട്ടോ ഈ ഒരു രാത്രി. ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുറ്റം ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം മെനക്കെട്ട് ഞാൻ കുറച്ച് ഭാഗമൊക്കെ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി. അത് ഇപ്പം തന്നെ മുളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും പുറത്തിറങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ കഥ പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. മക്കൾക്കൊന്നും പോകാനുള്ളൊരു ഉഷാറേ ഇല്ല. ഇവർക്കൊന്നും പോകുന്ന കാണുമ്പോൾ ഞമ്മക്കും ഒരു ഇടങ്ങാറ് തന്നെയാണ്. എന്തായാലും ഓര് പോവാൻ ഇറങ്ങി ഓര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാൻ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.